ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ചന മസാലയുടെ റെസിപ്പിയാണ്. വെള്ളക്കടല കൊണ്ടുള്ള ഒരു കറി. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്, നീളത്തിലല്ല, സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 8-10 വെളുത്തുള്ളിയുടെ അല്ലിയുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു ചെറിയ തക്കാളിയുണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്. അപ്പോൾ ഇതെല്ലാം ആദ്യമേ തന്നെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കറി റെഡിയാക്കാൻ പറ്റും. 1 കപ്പ് ചനയാണ് ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടിരുന്നത്. അപ്പോൾ 1 കപ്പ് ചന നല്ലപോലെ കഴുകി വാരി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് ഇനി തക്കാളി കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ തൊലി ഒന്ന് മാറ്റുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് എനിക്കത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ തൊലി അങ്ങനെ കിടക്കുന്നത് കാണാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രം അതിൻ്റെ തൊലി കളയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് ഡ്രൈ മസാല റെഡിയാക്കി വെക്കണം. അതായത് കുറച്ച് ജീരകം, കുറച്ച് പെരുംജീരകം, 1-2 ബേ ലീഫ്, 2-3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഇത്രയും നമുക്ക് റെഡിയാക്കി വെക്കണം. ഇതെല്ലാം കണ്ടോ, ഗ്രാമ്പു, പട്ട, ജീരകം, പെരുംജീരകം ഇതെല്ലാം എടുത്ത് വെച്ചു. അതുപോലെ നമ്മൾ നെയ്യിലാണ് കുക്ക് ചെയ്യുന്നത്. കുറച്ച് നെയ്യ്, ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. നെയ്യിലാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച ഡ്രൈ സാധനങ്ങളെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ടു. അതൊന്ന് മൂത്ത് വന്നപ്പം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് നല്ലപോലെ വഴറ്റി. അത് കഴിഞ്ഞ് കുറച്ച് കായപ്പൊടി ഇട്ടു. അതുപോലെ ഒരു വറ്റൽമുളക് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച സവോളയും അതേപോലെ കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി. കുറച്ച് കല്ലുപ്പാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. സവോള ഒന്ന് നല്ലപോലെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് ആ തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവണം. ആ സമയത്ത് നമുക്കിതിന് വേണ്ട മസാല ഒന്ന് റെഡിയാക്കാം. അപ്പം ഞാൻ മസാലയ്ക്കായിട്ട് ഒരു 1.5 ടീസ്പൂൺ, ചെറിയ സ്പൂൺ എടുത്തേക്കുന്നത്, 1.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ മസാലയായിട്ട് നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ തക്കാളിയൊക്കെ റെഡിയായപ്പോൾ ഞാൻ ആ മസാല അങ്ങ് ചേർത്തു. അതിന് ആ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ 1 കപ്പ് ചെന്ന എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ അളവിൽ തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാനും വെക്കണം. ഞാനിപ്പോൾ ആ ചെന്ന മാത്രം ആദ്യം ഒന്ന് ഇട്ട് അത് ഈ ഡ്രൈ മസാലയിലൊന്ന് നല്ലപോലെ ഒരു 1 മിനിറ്റ് അതൊന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 1 കപ്പ് ചെനയാണ് നമ്മൾ വെള്ളത്തിലിട്ടത്. അതുകൊണ്ട് 1 കപ്പ് ചൂടുവെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതൊഴിച്ച് ഒന്ന് ചെറുതായിട്ട് ബബിൾ വന്നപ്പോഴത്തേക്കും വെയിറ്റ് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു 5-6 വിസിൽ വരെ വെയിറ്റ് ചെയ്തു. തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കണ്ടോ, ഇപ്പോൾ കുറച്ച് ഗ്രേവി ഉള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ സെർവ് ചെയ്യാറാകുമ്പോൾ അതായത് 10 മിനിറ്റ്സൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും കറി കറക്റ്റാവും. അപ്പം ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ അവസാനം കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തു. പിന്നെ പുളി കുറവാന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ഒരു 1/2 ലെമണും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, കറി റെഡിയായി കേട്ടോ. ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ബിക്കോസ് ഞാൻ ഇന്നത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓട്സ് പുട്ടിൻ്റെ കൂടെയാണ്. അപ്പോൾ പുട്ട് റെഡിയാവുന്ന ടൈമിന് വേണ്ടി ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇപ്പോൾ കണ്ടോ, കറി കുറച്ച് കുറുകിയില്ലേ. നമ്മൾ എത്ര ഇരിക്കുന്നോ അപ്പോൾ കറി പിന്നെയും കുറുകും. അപ്പോൾ ആദ്യം ഇത്തിരി ചാറോടെ ഇരിക്കുന്നതായിരിക്കും, നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്ക് അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. ഓട്സും ക്യാരറ്റും കൂടെ ഇട്ട പുട്ടാണ് എടുക്കുന്നത്. അതേപോലെ ഒരു ബോയിൽഡ് എഗ്ഗും കൂടെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തിയും നല്ല ഫില്ലിങ്ങുമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. താങ്ക്